ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിമീഷ വ്ളോഗ്സ്. നിങ്ങൾക്ക് കായ വറുത്തത് ഇഷ്ടമല്ലേ? അത് കറുമുറ തിന്നാൻ എന്ത് ഇഷ്ടമല്ലേ? അപ്പം നമുക്കൊന്ന് കായ വറുത്താലോ? അതാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 4 കായാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെസ്റ്റോയിൽ അത്യാവശ്യം കായ്ക്ക് വിലയുള്ളതുകൊണ്ട് 4 എണ്ണത്തിൽ ഞാൻ ഒതുക്കി. എന്നാൽ കായ വറുത്ത് തിന്നാനുള്ള പൂതി അത് ഒതുക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് 4 കായ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കായയുടെ കറ പോവാനൊക്കെ ആയിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ കായ പൊളിച്ചിടാൻ പോകുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട് കായ പൊളിച്ചിടുമ്പോൾ സൂക്ഷിച്ച് കത്തിയും കൊണ്ട് തിക്കണം എന്ന്, അല്ലെങ്കിൽ കായും മുറിയും നമ്മുടെ കയ്യും മുറിയും, വെറുതെ എന്തിനാ ചോരക്കളിയാക്കണേ എന്ന് പറയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കായ ചിലപ്പോൾ വരയൊക്കെ വന്നു കഴിഞ്ഞാൽ, കത്തിയും കൊണ്ട് വര വന്നു കഴിഞ്ഞാൽ 4 ഉപ്പേരി ആയിപ്പോവും. നമുക്കങ്ങനെ 4 ഉപ്പേരി വേണ്ടല്ലോ, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനുള്ള താല്പര്യം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് പൊളിക്കണം എന്ന് പറയും. കയ്യിൽ കറയാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി എണ്ണ തൂക്കുകയൊക്കെ ആണെങ്കിൽ അധികം കറ പിടിക്കില്ല കയ്യിൽ. അപ്പോൾ ഞാൻ ആ 4 എണ്ണം അങ്ങനെ പൊളിച്ചിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി വെള്ളം നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കായ വറുത്തതിനൊരു മഞ്ഞ കളർ കിട്ടാനും ഇതിനൊരു കറ ഉണ്ടല്ലോ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലോ, എന്തെങ്കിലും ഇഴഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധിയാവും, അതിൽ അണുക്കളൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ. അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞപ്പൊടിയിൽ നമ്മളിത് ഇട്ട് വയ്ക്കുന്നത്. ഒരു 5-10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതിയാവും കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ കായ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ കായയ്ക്ക് മഞ്ഞ കളർ നേരിയതായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ വറുക്കാനായിട്ട് നമ്മൾ കായയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കായനെ അരിയാം കേട്ടോ. കുനുകുനാന്ന് ബ്ലേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അരിഞ്ഞെടുക്കാൻ പറ്റും. ചീന്തി അരിഞ്ഞാൽ മതി. പക്ഷെ നമ്മുടെ കയ്യിൽ ബ്ലേഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കത്തി തന്നെ എടുക്കണം. അപ്പോൾ കത്തി കൊണ്ട് കുനുകുനാന്ന് അരിയണം കേട്ടോ. നമ്മൾ ഒരേ അളവ് അല്ല അരിയുന്നതെങ്കിൽ അത് മൂത്ത് വരാനായിട്ട് കുറച്ച് താമസം പിടിക്കും കേട്ടോ. ചിലത് ചളമ്പിളൊന്ന് കിടക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറയ്ക്കാത്ത രീതിയിൽ കിടക്കും. അപ്പോൾ നമുക്കത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കിടക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കായ ഉപ്പേരിയും തണുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്, എന്നാലല്ലേ കായ ഉപ്പേരിക്ക് ഉപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഉപ്പ് വെള്ളമായിട്ടാണ് കേട്ടോ തളിച്ചു കൊടുക്കുന്നത്. നേരിട്ട് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉപ്പ് കടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൽ അധികം ഉപ്പിട്ടിട്ട് നമുക്ക് കലക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ അരിയൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കായ വറുത്താലോ? അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രം വെക്കണം കേട്ടോ. അടികട്ടിയുള്ള പാത്രം വെച്ചില്ല എന്നുണ്ടെങ്കിൽ കായ പെട്ടെന്ന് കളർ മങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് പാത്രം ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. അത്യാവശ്യം വറുത്ത് കോരുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ കത്തി കൊണ്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഈ കായ ഇടുമ്പോൾ നമ്മളൊന്ന് അകത്തി കൊടുക്കണം. കായ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അകത്തി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലിടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് കിടക്കും. ബ്ലേഡാണെങ്കിൽ നമ്മൾ നേരിട്ട് എണ്ണയിലോട്ടാണ് കേട്ടോ ഇടുന്നത്. എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രമാണ് കേട്ടോ കായ നമുക്കിങ്ങനെ ഇടാൻ പറ്റുന്നത്. എണ്ണ ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ കായ നമുക്ക് ശരിക്കും വറുത്തെടുക്കാൻ പറ്റില്ല. അത് വേവാത്ത രീതിയിലും മുരിയാത്ത രീതിയിലും കിട്ടും. നമുക്ക് നല്ലോണം എണ്ണ തിളച്ച് ചൂടായി എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കായ ഇടുക കേട്ടോ. കായ ഇടുന്നതിന് മുന്നേ ആയിട്ട് തീ ഒന്ന് സിമ്മിൽ വെക്കണം കേട്ടോ. പിന്നീട് കായ ഒന്ന് പകുതി വേവായി കഴിയുന്ന ശേഷമായിരിക്കണം തീ കൂട്ടി കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ കായ കരിഞ്ഞു പോകാനും മൊരിഞ്ഞ് കറുത്ത് വരാനും ചാൻസ് ഉണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇറക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കായ വേവാത്തത് കൊണ്ട് പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കായ മുരിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പാകം എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് നോക്കുമ്പോൾ കയ്യിലെടുത്ത് കോരുമ്പോൾ നമുക്കൊരു കിലുകിലാന്നുള്ള ഒച്ച കേൾക്കണം. കായ വറുത്തതിൻ്റെ സൗണ്ട് ഇല്ലേ, അങ്ങനെ കേൾക്കുകയാണെങ്കിൽ കായ മുരിഞ്ഞ് പാകമായിട്ടുണ്ടെന്നാണ്. നമുക്കൊരു ഊറ്റുകൊട്ടയിലേക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കായ വറുത്തത് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ വാർന്ന് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക കേട്ടോ, അല്ലെങ്കിൽ തണുത്ത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ കായ വറുത്ത ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസുമായിട്ട് കാണാം.